ഹായ് ഫ്രണ്ട്സ്. ഓരോ കൃഷിക്കാരനും കൃഷി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു വെപ്രാളവും ഒരു ഓട്ടവും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ എങ്ങനെയും വിളവ് പിടിക്കണം. ഇത് അല്ലെങ്കിൽ ഓരോ വർഷവും എക്സ്പെൻസ് കൂടുന്നു. കാരണം ഈ മേഖലയിലേക്ക് വരുന്ന ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ചെന്നിട്ട് ചില ഈ കമ്പനികളൊക്കെ പല പല പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഈ കൃഷിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. ഇപ്പോൾ 70 കിലോ വിതച്ച കൃഷിക്കാരുണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചെനപ്പ് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടി അങ്ങ് കോട്ടം പോലെ വരുമെന്ന് പറയുന്നത്. ഒന്നാമത് ആ നെല്ലിന് നേരെ നിൽക്കാനായിട്ടുള്ള സ്പേസ് അവിടെ ഇല്ല. ആ ഗ്യാപ്പിലാണ് പിന്നെ ചെനപ്പൂടെ പൊട്ടിക്കാനുള്ള മരുന്ന്. അതിനുശേഷം ഫ്ലവറിങ് നടക്കുക. മൊത്തം പൂവും വിരിഞ്ഞിട്ട് അതിനകത്ത് മുഴുവൻ മണി അങ്ങ് നിറഞ്ഞ് പൊട്ടിക്കീറും. അതേ പരുവത്തിലാവുമെന്നൊക്കെയാണ് ഈ ക്ലാസ്സുകൾ വരുന്നത്. ഈ പാവപ്പെട്ട കൃഷിക്കാരൻ ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം മേടിച്ച് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഒറ്റ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഒരു വർഷം ഞാനൊരു 2-3 മാസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കരയ്ക്ക് പച്ചക്കറി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വലിച്ചെറിയുന്നതെല്ലാം അത് വെള്ളരിയൊക്കെ അങ്ങ് ശരിക്കങ്ങ് പിടിക്കുക. കാരണം കറക്റ്റ് ഞാറ്റുതലയായിരുന്നു. നിങ്ങളിത് എല്ലാവരും ചോദിച്ചു. ഇത്തവണ എല്ലാ സ്ഥലത്തും, കുട്ടനാടല്ല ഏത് സ്ഥലത്താകട്ടെ, നല്ല ഒന്നാം തരം നല്ല വിതപ്പുറവും നല്ല ചെനപ്പും നല്ല രീതിയിലാണ് നെല്ല് നിൽക്കുന്നത്. അത് ഏതൊരു കോൾപ്പാടമാകട്ടെ ചെറിയ പാടങ്ങളാകട്ടെ നല്ലൊരു രീതിയിലാണ് ഈ ഒരു വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾ പല പ്രോഡക്റ്റുകളും ഉപയോഗിക്കുന്നു. അതിൻ്റെ ഗുണം കൊണ്ടാണോ അതോ നിങ്ങളുടെ കൃഷിരീതിയുടെ ശൈലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാലാവസ്ഥയുടെ അനുകൂല ഘടകങ്ങൾ കൊണ്ടാണോ വിളവ് കിട്ടിയെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? എൻ്റെ ചോദ്യം ശരിയല്ലേ? ഇത് തെളിയിച്ച് തരാനായിട്ട് സയൻറ്റിഫിക്കായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? കാരണം നമ്മളിപ്പോൾ കൃഷിഭവനിൽ കൊണ്ടുപോയി മണ്ണ് പരിശോധിക്കാൻ കൊടുത്തിരിക്കുക. മണ്ണ് കൊണ്ട് തണലത്തിട്ട് ഉണക്കി, ഇത് കൃഷിക്കാർ പലരും സമയത്ത് കൊടുക്കത്തില്ല. ഇത് കൊടുത്തിട്ട് അവർ ലാബ് റിസൾട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് ഫസ്റ്റ് വളം ഓപ്പർ ചെയ്യേണ്ട സമയം കഴിയും. ഇതൊക്കെ സമയബന്ധിയായിട്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പം 5000 കൃഷിക്കാരുള്ള ഒരു ഭാഗത്താണ് ചിലപ്പോൾ 50 പേരെ ഈ മണ്ണ് പരിശോധിക്കാനായിട്ട് തയ്യാറാകത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കറക്കി തെറ്റി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സിങ് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഓരോ പ്രോഡക്റ്റുകൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു കൃഷിക്കാർ ഒരു സംഭവം നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുക. അതുകൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ മറ്റവനോട് ഒന്ന് ചെയ്തു നോക്കട്ടെ എന്നാൽ അപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇതിൻ്റെ ഏതാണ് പ്രശ്നം? എന്തെങ്കിലും ഒരു സംഭവത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞാൽ ആരോടും പറയത്തില്ല, പരാജയപ്പെട്ടാലും മിണ്ടത്തില്ല. കാരണം നഷ്ടം പറ്റിപ്പോയതുകൊണ്ട് ശബ്ദിക്കത്തില്ല. വിജയിച്ചു കഴിഞ്ഞാലും പറഞ്ഞു കൊടുക്കത്തില്ല. വിജയവാണിലും പരാജയവാണിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മേഖല ഒരു 2 കൊല്ലം കൂടെ കഴിഞ്ഞ് ഒരു പഴയ രീതിയിൽ 2 പൊട്ടൽ അടുപ്പിച്ച് പൊട്ടിക്കഴിഞ്ഞാണല്ലോ ഇതെല്ലാം കിടന്നു പോകത്തുള്ളൂ. ഇതൊന്നും പാട്ടം പിടിക്കാൻ പോലും ആരും വരത്തില്ല. താങ്ക് യു.